കലയാഴി മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് അമ്മയ്ക്ക് സ്വാഗതം. അമ്മ, എന്റെ പേര് നിഷോ, ഇത് ശാരി. ഈ പ്രായം ഒരു നമ്പർ അല്ല, നമുക്ക് വെറുതെ പറഞ്ഞു നടക്കാം. പക്ഷെ തെളിയിക്കുന്നതിന്റെ ഒരു കാര്യം നമുക്ക് അമ്മയെ അറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടി, അറിയാത്തവർക്ക് വേണ്ടി അമ്മയുടെ പേര് ഒന്ന് പറയാം. എന്റെ പേര് ഡെയ്സിയാണ്. കവിയാറാണ് താമസം. ആടായിട്ട് താമസിക്കുന്നു. ഞാൻ കോമഡി ഉത്സവത്തിന് പോയി. അത് കഴിഞ്ഞ വർഷമായിരുന്നു. നല്ല കമന്റുകളൊക്കെ കിട്ടി. പിന്നെ ഇപ്പൊ കൈരളിയിൽ പോയി. പിന്നെ ആകാശവാണിയിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല പ്രായത്തിൽ കിട്ടാനുള്ളതായിരുന്നു. ലേറ്റായി പോയി. ഇത്രയും ചാനൽ കേരളം അറിയാന്നുള്ള എല്ലാ ചാനലിലും പോയി, ഫ്ലവേഴ്സ് പോയി, പോയി. ഇതൊന്നും അല്ല അമ്മയുടെ ഇവിടെ എല്ലാം പോയി. അമ്മ എന്ത് പെർഫോമൻസ് ആയിട്ടാണ് പോയതെന്ന് അമ്മ പറഞ്ഞില്ല. അതെ, വേറെ ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി അമ്മ എങ്ങനെയാണ് ക്ലിക്കായതെന്ന് അറിയില്ല. ഇപ്പൊ കോമഡി ഉത്സവത്തിൽ എന്തായാലും കോമഡി കാണിക്കണം, ബാക്കി സ്പെഷ്യൽ പെർഫോമൻസിലാണെന്ന് അറിയാം. പക്ഷെ അമ്മ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജനം മനസ്സിലേക്ക് കിടന്നു നേടിയെന്ന് ഒന്ന് പറയാം. അമ്മ എന്ത് കാരണം അത്രയാണ് പെട്ടെന്ന് ക്ലിക്കാവുന്നത്? വയറിനായത് എന്തെന്ന് വെച്ചാല് മാനത്തെ കൊട്ടാരം സീരിയലിൽ പോയി. അവര് തമാശക്ക് വേണ്ടിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടെ സീരിയലും കൂടെ സീരിയൽ നടിയുമാണ് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പോയപ്പോ മഹേഷ് ഗോപാൽ എന്ന് പറഞ്ഞവര് ഡയറക്ടർ എന്റെ പാട്ട് വെറുതെ എങ്കിലും ഒന്ന് എടുത്തു. അപ്പം പറഞ്ഞു, ഞാനാണെങ്കിൽ കണ്ണാടി ഒന്നും വെക്കാതിരുന്നപ്പോ എനിക്ക് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും ഞാൻ ദേഷ്യം ഒന്ന് പാടി. അതാണ് ആദ്യമായിട്ടാണ് സ്വരം പിടിച്ച് പാടി, പക്ഷേ സംഗതിയായിട്ട് പാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്ന് പാടി എന്നുള്ള കാര്യം, അങ്ങനെ ദേഷ്യം വന്ന പാടി വയറലാവും. ദേഷ്യം വന്നു ചാരി, എനിക്ക് ദേഷ്യം വന്നു. എന്റെ വീട്ടിൽ ഒരു അമ്മൂമ്മ എന്നെ പ്രാവാനല്ലാതെ വാറൊന്നില്ല. വേണമെന്നല്ല, നമ്മള് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂട്ടുകാർ പാടും പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ദേഷ്യം വന്നത്. അപ്പൊ പിന്നെ കണ്ണാടിയില്ല, പിന്നെ കടപ്പുറത്താണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് പാടാൻ പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് പാടാൻ പറ്റുന്നതല്ല, എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടല്ലേ ഒരു പാട്ട് പാടും. അങ്ങനെ പെട്ടെന്ന് എടുത്ത് പാടിയതാണ് പ്രിയത. എന്നാ പെട്ടെന്ന് പാടിയത് ഇവിടെ നമുക്കൂടെ ഒന്ന് പാടി. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പാടാൻ പറ്റില്ല, ദേഷ്യം പറഞ്ഞു. അമ്മ ഏത് പാട്ടാണ് പാടാം? അതിന് മുമ്പേ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് അമ്മ ഒന്ന് പറയുന്നത്. കലയാഴി മീഡിയ. അമ്മ നേരത്തെ വന്നപ്പോ ഞാൻ എടുത്തു പറയാൻ കാരണം വന്നപ്പോ പറഞ്ഞ്, എന്റെ പൊന്നു മക്കളെ എനിക്ക് 4 പല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ല. സത്യം പറഞ്ഞ അമ്മയുടെ പാട്ട് കേട്ടിട്ട് അമ്മയുടെ 4 പല്ല് കൂടുതലാണോ കുറവാണോ പാട്ടേക്ക് അമ്മ ഒന്ന് വൈറലായ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. രണ്ട് പല്ല് ഒരു എക്സ്ട്രാ പല്ലും കൂടെ എന്നിട്ട് എന്റെ ഒരു വരി എനിക്ക് പാടാൻ പറ്റില്ല. അതാണ് എനിക്ക് 4 പല്ലേ ഉള്ളൂ. അതെ, അതാണ് ഒറ്റ കളി. എന്നിട്ടാണ് ഇത്രയും പറഞ്ഞ ഭയങ്കര എളിമയായിട്ടൊക്കെ ഇരുന്നപ്പോഴേ ഞാൻ സ്റ്റാറായി കയറുന്നതാണ്. അവിടെ ഒരു കാര്യമുള്ള ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഇപ്പൊ ഷൈൻ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. സ്കോർ ചെയ്ത് അതുകൊണ്ടല്ലേ നമ്മുടെ ജനമനസ്സിലോട്ട് അങ്ങ് ഇടിച്ച് കയറിയത്. പിന്നെ വേറെ എന്തൊക്കെ അമ്മ ഇപ്പം വേറെ എന്താണ് സീരിയലിന് പോകുന്നുണ്ട്? അപ്പൊ ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണോ? ഇങ്ങനെയാണോ? നേരത്തെ ഞാൻ ഇങ്ങനെ ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ടുണ്ട്, പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ വീടുകളിലൊക്കെ. അപ്പൊ അങ്ങനെ കൊറോണ വന്നപ്പോ പിന്നെ ഞാനത് നിർത്തി. പിന്നെ നടന്നൊക്കെ പോണം വീടുകളില്. പിന്നെ അങ്ങനെ നിർത്തി ഇരുന്നപ്പോഴാണ് എന്റെ കൂട്ടുകാരി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചത്. ചിപ്പിയുടെ ഒരു തമിഴ് സീരിയല് മൗനരാഗം. അങ്ങനെ പോയിട്ട് എന്നെ അവള് പാടാൻ സമ്മതിക്കില്ല എന്റെ കൂട്ടുകാരി. പാടരുത് വർക്കൊന്നും ഇല്ലാതിരിക്കും. പിള്ളേരെല്ലാം വന്ന് കൂടിയിട്ട് പറയാം ആ പാട്ട് പാടാം. നമ്മളെ സിനിമ ഉണ്ടല്ലോ, അതിന് പോയപ്പം കുറച്ച് വർക്ക് ഇല്ലാതെ സമയമായിരുന്നു. അപ്പോഴും പാടിയിട്ട് എന്നെ ഒന്ന് കുറെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വിചാരിക്കും നമ്മൾ ഈ വഴക്ക് കേട്ട് പാടാൻ പാടില്ല, സമയം പോകാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുന്നത്. അവര് ഭയങ്കര ഡാൻസാണ്.
അവര് ഈ പറയണവര് സമയം കിട്ടണമെങ്കിൽ അവർ അവിടെ നിന്ന് ഡാൻസ് ചെയ്യും. അതൊരു കുഴപ്പമില്ല. എനിക്ക് പാടില്ല. അപ്പൊ അവരില്ലാത്ത സമയത്താണ് ഈ സീരിയലിന് പോയതും പാടിയതും. അമ്മ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കലയെന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഒരു മനുഷ്യനെ നമുക്ക് അടിച്ച് താഴ്ത്താൻ പറ്റില്ല. അത് ദൈവം നമുക്ക് തരുന്നതാണ്. അതെ, ഒരു ദിവസം അത് പുറത്തു വരും എന്നുള്ള കാര്യം കറക്റ്റാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ അമ്മ ഇപ്പൊ മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഈ പാട്ട് മാത്രമല്ല കേട്ടോ, അമ്മയുടെ കയ്യിൽ ഒരുപാട് നമ്പറുകളുണ്ട്. അപ്പോ അത് ഓരോന്നാറ്റ് നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ കേൾക്കാം. കാരണം ഒരു സിംഹമാണ് ഈ പതുങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ സിംഹത്തിന് ഇന്ന് ഇതേപോലെ നേരത്തെ പറഞ്ഞില്ലേ ദേഷ്യം എന്ന് പാടിയപ്പോഴാണ് വൈറലായത്. ഇനി സമാധാനത്തിന് ഇതാ ഇപ്പം നമ്മളൊരു ചെറിയൊരു ഫ്ലോറാണ്. അപ്പൊ ഈ ഫ്ലോറിനെ പറ്റി ഒരു പാട്ട് കൂടെ കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് ഒരു പാട്ടും കൂടെ ഈ ഫ്ലോറിന് വേണ്ടി. സുവർണ്ണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം തരുണി എനിക്കു തരുണി ഈ ജന്മം സഫലം. ഒരു നിമിഷമല്ല അമ്മ, ഈ ചാനൽ മുഴുവനായിട്ട് അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് പാട്ടുണ്ടെങ്കിലും ആദ്യം ഇവിടെ ഒന്ന് പാടണം. കാരണം ഇത്ര നന്നായിട്ട് പാടണോണ്ടാണ് മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് പിടിച്ചിരുത്തി ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനിയും അമ്മ പാടണം. അമ്മ പ്രോഗ്രാമിലേക്ക് പോയിട്ട് ആദ്യം കിട്ടിയ ശമ്പളം എത്രയാണ്? പഴയ കാലം പറഞ്ഞേക്കും നിങ്ങളൊക്കെ ചെയ്യും. ഇല്ല, അമ്മയ്ക്ക് ആദ്യം കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ റോഡിലിരുന്ന് പാടുമ്പോഴേ അവിടെ നമ്മുടെ ഇതിന്റെ അടുത്ത് ഓണപരിപാടി വെക്കുമല്ല, ആണുങ്ങൾ പെൺവേഷം കിട്ടുന്ന കാലമല്ലോ. അപ്പോഴേ എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു ഇപ്പോഴും നമ്മൾ ഗുണ്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനെ അല്ല അന്ന് ശക്തം വീണം. അപ്പൊ അങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് അനുഭവമുള്ള കഥ, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് അവസരം തന്നു പാടാം. അപ്പൊ നമ്മളെ വീടിൻ്റെ അടുത്തൊരു കവിതയുണ്ട്, എല്ലാം എൻ്റെ കൂടെ പഠിക്കുന്നവരാണ്. അപ്പൊ അവര് നമ്മൾ കൊച്ചുകുട്ടിയാണെങ്കിലും സാരിയൊക്കെ എടുത്തു കൊടുത്ത് പാടാൻ. അതാണ് പഞ്ചതന്ത്രം കഥ. പിന്നെ ഉജ്ജയിനിയിലെ കാര്യം നല്ലതായിട്ട് പാടിയത് ഉജ്ജയിനിയിലെ കാര്യം. പക്ഷെ ശമ്പളം 2 രൂപയായിരുന്നു. അത് എത്ര വർഷത്തിന് മുന്നേ? 1 വർഷത്തിന് മുമ്പേ. അന്ന് ഈ 2 രൂപ ഇപ്പോഴത്തെ എത്ര? അല്ല, ഒരു 55. അല്ല, ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അന്ന് എത്രയായിരുന്നു? ഇന്ന് നമുക്ക് ഒരു ചെറിയ മോതിരമൊക്കെ ആണല്ലേ? അതാ ഫസ്റ്റ് പാട്ടിന് തന്നെ ഒരു മോതിരം വാങ്ങിക്കേണ്ടതായി. വർഷങ്ങളുണ്ട് പവന് വിലയില്ലല്ലോ. അരപ്പവന് അന്ന് 50 രൂപ. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പോകുമ്പോ നമ്മള് ആർട്ടിസ്റ്റുകളാണ്, നമുക്ക് ഇപ്പം ഒരുപാട് പേരെ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കലാഫീൽഡിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു കലാകാരൻ അങ്ങനെ വിഷമിക്കാതെ പോയ ഒരു സ്റ്റേജ് കാണില്ലെന്നാണ് അല്ലേ നമ്മുടെ ഒരു അനുഭവം. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും? ഞങ്ങള് നാടക കമ്പനിക്കില്ലേ തെണ്ടിപ്പോയി. എന്റെ പിള്ളേർക്ക് ഇതൊക്കെ പറയാൻ നാണക്കേടുണ്ടെങ്കിലും പറയാണ്. ഞാൻ മത്സരിക്കാൻ പോയി അതിന് പൈസ കിട്ടി അവർക്ക് പാത്രം വാങ്ങിച്ച് അവരെ സ്കൂളിലെ കഞ്ഞി വാങ്ങിച്ച് കുടിക്കുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് പാല്, മുട്ട, അവർക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അന്നത്തെ നടികൾ അവർ പറഞ്ഞല്ല നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം കൊടുക്കണം. പ്രൊഫഷണൽ നടിമാരെ നമ്മൾ തീറ്റി പോറ്റി ഒരു ദിവസമായപ്പോൾ എല്ലാം കൂടെ അടിച്ചുടച്ച് തന്നു. അങ്ങനെ പല സ്ഥലത്തും നമ്മുടെ പൊളിഞ്ഞപ്പോൾ നമുക്ക് കണക്കോടൊക്കെ പോയി കടം വലുതായിട്ടില്ല എങ്കിലും നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസരമായി. അവിടെയൊക്കെ എൻ്റെ അമ്മ കുന്തി ദേവിയെക്കാളും കഷ്ടപ്പെട്ട രീതിയായിരുന്നു ഞാൻ നയിച്ചത്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴും ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞില്ല, എന്നെ കല്യാണം കഴിച്ച ബന്ധങ്ങളൊക്കെ മാറി. അവരുടെ വീട്ടുകാർ പറഞ്ഞ് പിള്ളേരെയും കൂട്ടി അങ്ങനെയല്ല എന്നെ കിട്ടണം. ഞാൻ കലാകാരി ആയതുകൊണ്ടാണ് നശിച്ചു പോയത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയാണ് നാടകം ഇട്ടത്, ഞാനല്ല. അതേസമയത്ത് നമ്മുടെ ടേസ്റ്റ് കഴിച്ച് ഒരു ഗാനമേള നടത്തിയിരുന്നെങ്കിൽ ഇത്രയും ചെലവ് വരില്ല. ഇത് ഇത്ര എണ്ണത്തിന് ഞാൻ വെച്ച് വിളമ്പണം. പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ പാട്ട് ദർശൻ രാമനാണ് സംഗീതം ചെയ്തത്, അത് പാടണം. അങ്ങനെയൊക്കെ ഒരുപാട് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടാകും. പക്ഷെ നമ്മളിപ്പോൾ ഈ വയസ്സ് കാലത്താണ് ഈ പാട്ട് പാടുമ്പോഴതെല്ലാം മറന്നു എന്നോട്. ഇത്രയും വലിയ അനുഭവം ഉണ്ടെങ്കിലും അമ്മ ഇപ്പൊ നല്ല ഹാപ്പി ഇല്ലേ? കലാകാരന്മാർ എപ്പോഴും അനുഭവം ഉള്ളവരായിരിക്കും. അമ്മ ഇത് ചെയ്തപ്പോ വീഡിയോ എടുത്ത ആരാണ്?
ഇത് വൈറലായി ഈ പാട്ട് നമ്മുടെ കാപ്പ അവിടെ ഇരുന്നല്ലേ പാടിയത്? അല്ല അല്ല മാനത്തപ്പെട്ടാണ് സീരിയൽ, അത് മഹേഷ് ഗോപാൽ എടുത്തത്. ആരാണ് നിർബന്ധിച്ചത് ഇത് പാടണം പാടണം? മഹേഷ്, അത് എൻ്റെ കൂടെ ഇരുന്നത്. ആണല്ലേ? അപ്പൊ മഹേഷ് ഗോപാലാണ് എടുത്തത്. അതങ്ങനെ എടുത്തിട്ടപ്പോ പത്തനംതിട്ടയുള്ള ബിന്ദു സന്തോഷം എന്ന് പറഞ്ഞാൽ അവര് എൻ്റെ വീട്ടിൽ വന്നു അവര് കുറെ മുമ്പ് വേറെ ചാനലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇവര് വന്ന് എനിക്ക് പ്രയോജനപ്പെട്ടില്ല. ഇവര് വന്ന് ഇട്ടപ്പോഴാണ് കൊയിലാണ്ടിയിലുള്ള ശശിധരൻ CK എന്ന് പറഞ്ഞ ആള് അവരുടെ ഗാനസ്മൃതിയിൽ എൻ്റെ പാട്ടുകളൊക്കെ ഇട്ടു. അങ്ങനെ ആ പാട്ടുകളെല്ലാം ചെന്നൈയിൽ പോയി. ലതാരാജുവിൻ്റെ കയ്യിൽ. ലതാരാജു അവിടെ നിന്ന് ഏറ്റവും അവരുടെ കമ്പനിയാണ് അമേരിക്കയിലുള്ള ദിലീപ് വർഗീസ് എന്ന് പറയും. അയാൾക്ക് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കൈമാറി. യേശുദാസിനൊക്കെ പോയെങ്കിൽ അത് വേറെ വകുപ്പല്ലേ, നമ്മളവിടെ ഒപ്പം ചേരുന്നില്ല. അത് അവർ തന്നെ പറയുന്നുണ്ട്. എന്നാലും ഇവരെ ഒരുപാട് കൈകൾ ആട്ടിക്കൊടുത്തു. ഇപ്പോഴും എൻ്റെ പാട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കത് ചെയ്യണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു മൈക്ക് വേണം. അത് ഒരു 10 രൂപയുടെ മൈക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ 100 പാട്ട് നമുക്ക് സിനിമ പാട്ടുണ്ട്. ഇതെല്ലാം പുറത്ത് കൊണ്ടുവരണം. അപ്പം അതിന് പിന്നെ അങ്ങനെ ഞാനിപ്പോൾ 2-3 പാട്ട് പാടാണ്. നമ്മളെ വീട്ടിലെ പഠിക്കാൻ വന്ന പയ്യൻ 8th ക്ലാസ്സായ പയ്യനാണ്. അവൻ്റെ വീട്ടിൽ ചെന്ന് കറണ്ട് ചാർജ് മാത്രം കൊടുക്കും. ആ പാട്ട് റെക്കോർഡ് ചെയ്താണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം അതൊരു ജോലിയാണ്. അമ്മയുടെ പാട്ട് കടലിൽ കടന്ന് അമേരിക്ക വരെ പോയി. അപ്പോഴെങ്കിൽ ഉടനെ അമ്മയ്ക്ക് മൈക്കുമായിട്ട് ആരെങ്കിലും എത്തും. അത് ഉറപ്പാണ്. പിന്നെ അമ്മയെ തേടി ഇത്രയും വലിയ വയറിലായിട്ട് ദൈവം ഒരുക്കിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരാളെ അമ്മ എന്തായാലും. ഇപ്പൊ ഈ പഴയ പാട്ടിപ്പം ആരും നോക്കുന്നില്ലല്ലോ. ഇപ്പൊ സിനിമ ഉണ്ടായ കാലത്തേക്കുള്ള പാട്ടിൽ നമ്മളെ മനസ്സിനകത്തുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് ഇടയ്ക്കുള്ള ഒരു തലമുറ പഴയ പാട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പം പുതിയ പടങ്ങളിൽ പോലും പഴയ പാട്ടുകളാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്രത്തോളം ഇതുണ്ട്. എത്രയൊക്കെ നമ്മൾ പോയാലും ഇത്രയും ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചെങ്കിലും നമ്മൾ പഴയ ഓരോ നല്ല പാട്ടുകൾ പാടുമ്പോഴും നമ്മളെല്ലാം ഇപ്പൊ ഉള്ള തലമുറയിൽ നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്നാൽ പോലും ഓർമ്മിച്ചിരിക്കാൻ പറ്റിയ ഒരു വരി. അതിൽ എപ്പോഴും എനിക്ക് പെട്ടെന്ന് പാടാൻ പറ്റിയത് കത്രീനയിലുള്ളൊരു പാട്ടാണ്. ഏകാന്തദുഃഖത്തിൻ മൂടുപടത്തിൻ എൻ്റെ ഹൃദയം തേങ്ങി. പഴയ സിനിമ കണ്ടപ്പോൾ ഗാനം പോലെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ചെറിയ പാട്ട് കൂടെ പാടി നമുക്ക്. എല്ലാരും എന്നെ അറിയപ്പെടുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഇഷ്ടമല്ല പാട്ട് പാടാൻ, എന്നാലും ഞാൻ പാടാം. പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ താകം. പൂന്തേനരുവേ ഒരു താഴ്വരയിൽ ജനിച്ചോ നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നോ, പൂനിലവലക്കിയ പുളിയിലക്കരയുള്ള ഉടമയോടൊത്തു നടന്നോ നമ്മൾ, കൂട്ടുനിറച്ചു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 പൂന്തേനരുവേ പൊന്നോടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ താകം. പൂന്തേനരുവേ. പൂന്തേനരുവി എന്നുള്ള പാട്ട് ഇഷ്ടമല്ലാത്തതിന്റെ കാര്യം ഇഷ്ടമല്ലാത്ത എല്ലായിടത്തിലും പോയി പാടി അതിന് പ്രൈസും കിട്ടും. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പറയും എവിടെ പോയാലും പൂന്തേനരുവി എന്ന് പറഞ്ഞ എന്നെ ആശ്ചര്യം. അതുകൊണ്ടാണ്
അപ്പൊ അമ്മയുടെ ഇരട്ട പേര് പൂന്തേൻ അരുവി എന്നാണ്. പക്ഷെ ഇപ്പൊ വിളിക്കില്ലായിരുന്നു. അപ്പം അമ്മയുടെ ഇരട്ട പേര് പൊതുവെ വിളിക്കുന്ന പൂന്തേൻ അരുവി എന്നാണ്. അപ്പൊ ഇനി അമ്മയെ ആരും ഇങ്ങനെ വിളിക്കില്ല. പാട്ടുകാരി എന്നുള്ള നിലയിൽ അമ്മയുടെ വേറെ ആഗ്രഹം? ഷോർട്ട് ഫിലിമിൽ പാടാൻ എന്നെ വിളിച്ചാൽ അത് കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ എനിക്കിപ്പം ഈ പറഞ്ഞതുപോലെ സിനിമയുടെ പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി കിട്ടുകയാണെങ്കിൽ പാടും, അത്രേ കിട്ടുകയാണെങ്കിൽ പാടും. അത്രേ. കാരണം ഒരു താല്പര്യമില്ലാതെ പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കാരണം താല്പര്യത്തോടെ അന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ താല്പര്യമില്ലാതെ പറഞ്ഞെങ്കിൽ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ പൂന്തേൻ അരുവി ഇനിയും വൈറലാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു അല്ലേ? അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താൻ. വീണ്ടും അടിച്ചുപൊളി പാട്ടുമായിട്ട് അമ്മ വീണ്ടും എത്തും. അപ്പൊ ഈ വൈറൽ താരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.